രഘുണിത്തനത്തെ അല്ലേ? എന്താ ശ്രീമോഹൻ, ഇന്ന് നിന്റെ അച്ഛനെ നടക്കാൻ കണ്ടില്ലല്ലോ. മാധവനുണിത്താൻ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചത്. ഇയാളുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ അച്ഛനില്ലാത്തോണ്ട് നടക്കാനൊരു രസമില്ലടാ. ഞാൻ പറയാം. നിങ്ങൾക്ക് അച്ഛൻ എന്തെന്ന് ചോദിക്കാൻ പറഞ്ഞു. ശ്രീയേട്ടാ, അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അച്ഛന്റെ ബാഗ് കാണുന്നില്ല. അലമാര തുറന്നു കിടക്ക. ഇവിടെ തുണികളും കാണാനുണ്ട്. അച്ഛൻ എവിടെ പോയായിരിക്കും? ചോറിനാതെ മുറിയിൽ പോയിരുന്നപ്പോ ഞാൻ വിളിക്കാൻ ചെന്നില്ലേ, അപ്പോ അച്ചാച്ചൻ ഇരുന്ന് കരയായിരുന്നു. മുത്തശ്ശി മരിച്ചപ്പോ പോലും കരയാത്ത ആളാ. അന്നെന്റെ ചുമലിൽ പിടിച്ച് പറഞ്ഞത്, വീട്ടുകാരിൽ പോയാലെന്താ, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ മക്കളെ. അത് നമ്മുടെ അമ്മയുടെ രാമനത്തിൽ വെച്ച ഫോട്ടോ ഇല്ലേ, അതിപ്പോ അവിടെ കാണാനില്ല. ഇനി ഒരു പക്ഷേ അച്ഛൻ അതും എടുത്തോണ്ട് പുറപ്പെട്ടു പോയി കാണും. അച്ഛൻ ഇപ്പൊ എവിടെയായിരിക്കും? അച്ഛൻ ബാഗ് എടുത്തു, അത്യാവശ്യം വസ്ത്രം എടുത്തു, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എന്തിനാ എന്നെ തോൽപ്പിക്കാൻ? അല്ലാതെ തോൽപ്പിക്കട്ടെ. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ഞാനല്ലേ? അച്ഛനോട് ഞാൻ എങ്ങനെ പറഞ്ഞാലും ഇനി ബന്ധു വീടുകളിലെന്നാണ്. അങ്ങനെ എന്നോട് പിണങ്ങി ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിക്കാൻ മാത്രം ചെറുതല്ല നിന്റെ അച്ഛൻ. അതും ശരിയാ. അച്ഛൻ ഇനി എന്തെങ്കിലും അവിവേകം കാണിക്കോ? ഹലോ, ശ്രീധരൻ കൊച്ചല്ലേ? ഞാനാ ശ്രീമോഹൻ. അച്ഛനോട് വരികയും ഒന്നുമില്ല, രാവിലെ നോക്കിപ്പോ ആരോട്